നമസ്കാരം. ദൃശ്യ കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇടുക്കി കമ്പളികണ്ടം സ്വദേശിയായ ഷിബുവിന്റെ റംബൂട്ടാൻ കൃഷി. ഗാന്ധിജിയുടെ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ ആലപ്പുഴ സ്വദേശിയായ ജോർജ് പോൾ. സംഗീതജ്ഞനായ അച്ഛനൊപ്പം പക്കമേളമൊരുക്കുന്ന മക്കൾ. ഇടുക്കിയിലെ മുനിയറകൾ. ഇതൊക്കെയാണ് ദൃശ്യ കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡിൽ. കാണാം ദൃശ്യ കാഴ്ച. ഇടുക്കി കമ്പളികണ്ടം സ്വദേശിയായ ഷിബുവിന്റെ റംബൂട്ടാൻ കൃഷിയുടെ കാഴ്ചകളാണ് ദൃശ്യ കാഴ്ചയിൽ ആദ്യം. 15 വർഷം മുമ്പാണ് ഇദ്ദേഹം റംബൂട്ടാൻ കൃഷി തുടങ്ങുന്നത്. 3 ഏക്കർ സ്ഥലത്താണ് ഇദ്ദേഹം വിപുലമായ രീതിയിൽ ഇപ്പോൾ റംബൂട്ടാൻ കൃഷി നടത്തുന്നത്. റംബൂട്ടാൻ കൃഷിയിൽ ശ്രദ്ധേയനാവുകയാണ് കൊന്നത്തടി പഞ്ചായത്തിലെ തെള്ളിത്തോട് സ്വദേശി ഷിബു ചേലമലയിൽ. വിവിധ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന ഷിബു 15 വർഷം മുമ്പാണ് റംബൂട്ടാൻ കൃഷിയിലേക്ക് കടന്നത്. ഹോം ഗ്രൗണ്ടിൽ നിന്ന് വാങ്ങിയ തൈകൾ നട്ടായിരുന്നു കൃഷിയുടെ തുടക്കം. ഇപ്പോൾ 3 ഏക്കർ സ്ഥലത്ത് റംബൂട്ടാൻ കൃഷി നടത്തുന്നു. കേരളത്തിലെ സമതല മേഖലകളിൽ പ്രത്യേകിച്ച് ലോ റേഞ്ചിൽ സീസൺ അവസാനിച്ചു കഴിഞ്ഞാണ് ഹൈ റേഞ്ചിൽ റംബൂട്ടാൻ സീസൺ ആരംഭിക്കുന്നത്. അതിനാൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നു എന്നതും ഈ കർഷകന് സന്തോഷം പകരുന്നു. ചിട്ടയായി പരിപാലിച്ചാൽ, പ്രത്യേകിച്ച് ജൈവ രീതിയിലുള്ള പരിപാലനം കൊണ്ട് റംബൂട്ടാൻ കൃഷിയിൽ വിജയം നേടാമെന്ന് ഈ കർഷകൻ പറയുന്നു. വിട്ടൂർ ചേലമലയിൽ ഞാൻ ഒരു 15 വർഷം മുമ്പ് റംബൂട്ടാൻ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. കാലാവസ്ഥ വളരെ 2 വർഷമായിട്ട് മോശമാണ്. എങ്കിലും നമ്മൾ പ്രൂണിങ്ങിലൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇച്ചിരി മാറ്റം വരുന്നുണ്ട്. പിന്നെ സമതല പ്രദേശങ്ങളിലെ റംബൂട്ടാൻ്റെ സീസൺ കഴിഞ്ഞ് നമുക്കിവിടെ ഹൈ റേഞ്ചിൽ കിട്ടുന്നതുകൊണ്ട് കായ്ക്ക് ക്വാളിറ്റിയും വിലയും കൂടുതൽ കിട്ടുന്നുണ്ട്. അങ്ങനെയൊരു മെച്ചം നമുക്ക് ഹൈ റേഞ്ചിലുണ്ട്. ഇതിൻ്റെ പ്രൂണിങ്ങിലാണ്, റംബൂട്ടാൻ കട്ട് ചെയ്ത് തളുപ്പ് ഉണ്ടാക്കുന്നതിലാണ് റംബൂട്ടാൻ കൃഷിയുടെ ഏറ്റവും മെച്ചമായ കാര്യം. പിന്നെ അമിതമായിട്ട് രാസവളങ്ങളും മറ്റൊക്കെ ചെയ്യുമ്പോൾ ചെടി മുരടിച്ചു പോകും. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തെള്ളിത്തോട്ടിലെ മലമുകളിലാണ് ഷിബുവിന്റെ റംബൂട്ടാൻ കൃഷി. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കച്ചവടക്കാർ നേരിട്ടെത്തി ഷിബുവിൽ നിന്നും റംബൂട്ടാൻ വാങ്ങുന്നുണ്ട്. കിലോഗ്രാമിന് 200 രൂപയാണ് വില. NIT ഇനത്തിലുള്ള ചുവപ്പ് മഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്ന റംബൂട്ടാനാണ് ഷിബു കൃഷി ചെയ്തത്. കാർഷിക രംഗത്ത് പഴവർഗ്ഗ കൃഷിക്ക് പ്രാധാന്യമുണ്ടെന്നും ശരിയായ പരിപാലനത്തിലൂടെ ഹൈറേഞ്ചിൽ പഴവർഗ്ഗ കൃഷി വിജയിപ്പിക്കാമെന്നും തെളിയിക്കുകയാണ് ഈ കർഷകൻ. സംഗീതജ്ഞനായ അച്ഛന്റെ പാട്ടിന് പക്കമൊരുക്കിയത് മക്കൾ. സുഭാഷ് ശിവൻ ഈരയിലെ പാട്ടിനാണ് മക്കളായ ശ്രീഹരിയും ശ്രീദേവും പക്കമൊരുക്കിയത്. ചങ്ങനാശ്ശേരി ഈരയിൽ കൂട്ടുമേൽ ദേവീക്ഷേത്രം കലാമണ്ഡപത്തിൽ ഈര പഞ്ചശ്രീ കലാപീഠത്തിൻ്റെ 31ാം നവരാത്രി സംഗീതോത്സവത്തിലാണ് അച്ഛനും മക്കളും ഒരേ വേദിയിലെത്തിയത്. സുഭാഷ് ശിവൻ ഈരയുടെ പാട്ടിന് മക്കളായ ശ്രീഹരി വയലിനിലും ശ്രീദേവ് മൃദംഗത്തിലും പക്കമൊരുക്കിയപ്പോൾ കാഴ്ചയുടെയും കേൾവിയുടെയും അപൂർവതയായി അത്. ഇരുവരുടെയും അരങ്ങേറ്റമായിരുന്നു കഴിഞ്ഞ ദിവസം. ഘടത്തിൽ ഷിനു ഗോപിനാഥ് കോട്ടയവും മുഖർശങ്കിൽ തൊടുപുഴ നടരാജനും കച്ചേരിയുടെ ഭാഗമായി. ചങ്ങനാശ്ശേരി ഈര സ്വദേശിയായ സുഭാഷ് ശിവൻ 1/4 നൂറ്റാണ്ടിലേറെയായി സംഗീതരംഗത്തുണ്ട്. ശ്രീഹരി വയലിനിൽ ആദ്യം സനൽ മറിയപ്പള്ളിയുടെയും
പിന്നീട് ഈര ജി ശശികുമാറിൻ്റെയും ശ്രീദേവ് മൃദംഗത്തിൽ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വർഷത്തെ കച്ചവി പുരസ്കാര ജേതാവ് ഇത്തിത്താനം JS ജയചന്ദ്രൻ്റെയും കീഴിലാണ് പരിശീലനം നേടിയത്. ശ്രീഹരി +2 പഠനം പൂർത്തിയാക്കി ഉപരിപഠനത്തിന് തയ്യാറെടുക്കുകയാണ്. ഇത്തിത്താനം ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ് ശ്രീദേവ്. അമ്പിളിയാണ് ശ്രീഹരിയുടെയും ശ്രീദേവിൻ്റെയും മാതാവ്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് പാടിക്കൊടുക്കുന്ന അച്ഛനാണ്. അപ്പോൾ അതങ്ങനെ വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. കാരണം അച്ഛന് വേണ്ടിയിട്ട് പക്കം വായിക്കണം മക്കൾ. എന്നാണ് നമ്മുടെ ഈ കർണാടക സംഗീതത്തിൻ്റെ പറയുമ്പോൾ പക്കം വായിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ ഇത് എത്തിക്കാൻ കഴിഞ്ഞു. അതിന് ഞങ്ങൾക്കെല്ലാവർക്കും പഞ്ചശ്രീ കലാപീഠത്തിന് പ്രത്യേകിച്ച് വളരെ സന്തോഷമുണ്ട്. 28 മണിക്കൂർ തുടർച്ചയായി 100 രാഗങ്ങളിൽ 100 കീർത്തനങ്ങൾ പാടി URF ഏഷ്യൻ റെക്കോർഡ് സ്വന്തമാക്കിയ കലാകാരനാണ് സുഭാഷ് ശിവൻ. അതിൻ്റെ തുടർച്ചയെന്നോണം 25 രാഗങ്ങളുടെ പ്രചരണാർത്ഥം 250 കീർത്തനങ്ങൾ പാടുന്ന ഉദ്യമത്തിലാണിപ്പോൾ സുഭാഷ്. ഈര സ്വദേശിയാണെങ്കിലും കുറിച്ചിയിലാണ് ഇപ്പോൾ സുഭാഷും കുടുംബവും താമസിക്കുന്നത്. കലാസബരിയോടൊപ്പം ബിസിനസ് രംഗത്തും സജീവമാണ് സുഭാഷ് ശിവൻ. ഗാന്ധിജിയുടെ വേഷപ്പകർച്ചയിലൂടെ ശ്രദ്ധേയനാവുകയാണ് ആലപ്പുഴ സ്വദേശിയായ ജോർജ് പോൾ. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഇദ്ദേഹം 9000-ഓളം വേദികളിലാണ് ഗാന്ധിജിയുടെ വേഷത്തിലെത്തിയത്. പുണ്യപുരാതന ഭാരത നാടിൻ ചരിത്രം ഉറങ്ങിയുണരും വഴികളിൽ ആത്മീയതയുടെ വിത്ത് മുളച്ച ഭാരത മണ്ണിൻ ഉറവകളിൽ. ജോർജ് പോൾ കാഴ്ചയിൽ തന്നെ ഗാന്ധിജിയാണ്. വേഷം കിട്ടിയാൽ ഗാന്ധിജിയോട് കിടപിടിക്കുന്ന രൂപത്തിൽ മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ജോർജ് പോൾ ഗാന്ധിയനാണ്. 36-ാമത്തെ വയസ്സിൽ ജോലിസ്ഥലത്ത് ഗാന്ധിജിയായി പ്രച്ഛന്നവേഷ മത്സരത്തിൽ വേഷമിട്ടു. പിന്നീട് ജീവിതത്തിലും അത് തുടർന്നു. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ ഉൾപ്പെടെ 9000-ഓളം വേദികളിൽ അദ്ദേഹം അരങ്ങിലെത്തി. നാടകങ്ങൾ, ഹ്രസ്വചിത്രങ്ങൾ തുടങ്ങി വെള്ളിത്തിര വരെ നീളുന്നതാണ് ജോർജ് പോളിന്റെ സാന്നിധ്യം. 79-ാം വയസ്സിലും വിളിക്കുന്നിടത്തെല്ലാം ഓടിയെത്താൻ അദ്ദേഹത്തിന് മടിയില്ല. ഒഴുകിപ്പടരും വിപ്ലവ നാടിൻ സ്പന്ദനമായി അടിമച്ചങ്ങല പൊട്ടിച്ചെറിയും പോരാളികളുടെ ഹൃദയത്തിൽ രക്തപ്പുഴകൾ ഒഴുകിപ്പടരും വിപ്ലവ നാടിൻ സ്പന്ദനമായി. അഹിംസമന്ത്രം ഉയർന്നു കേൾക്കും വിശ്വനഭസ്യൻ നീലിമയിൽ വെള്ളി വെളിച്ച. കഴിഞ്ഞ 40 വർഷം ആയി ഞാൻ ഗാന്ധിയുടെ വേഷം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രൂപസാദൃശ്യത്തിലേക്ക് വന്നത് ആലപ്പുഴ സ്കൂട്ടേഴ്സ് കേരളയിലെ ജീവനക്കാരനായിരുന്നു ഞാൻ. അപ്പോൾ മെയ് ദിനത്തോടനുബന്ധിച്ച് കലാകായിക മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഫാൻസി ഡ്രസ്സിൻ്റെ കോമ്പറ്റീഷന് ചെന്നതാണ്. അങ്ങനെ നല്ല നീണ്ട ചുരുണ്ട മുടിയുള്ള എൻ്റെ മുടി ആദ്യമായിട്ട് അങ്ങനെ 1985 ഏപ്രിൽ 27 ഷേവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഗാന്ധിയുടെ വേഷം ധരിച്ചത്. ഗാന്ധിയുടെ വേഷം ധരിച്ച് അങ്ങനെ ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് പ്രൈസ് കിട്ടി. അത് സ്റ്റേറ്റിൽ നിന്ന് വരെയായി. എനിക്ക് മുടി വളരാനുള്ള അവസരം കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് ഇരിക്കാനുള്ള സമയം കിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ പരിപാടികളായിട്ട് അങ്ങനെ ഞങ്ങൾ നടന്ന്. ഇത്തവണത്തെ ഗാന്ധി ജയന്തി ദിനത്തിൽ പത്തനാപുരം ഗാന്ധി ഭവനിലായിരുന്നു ജോർജ് പോളിന്റെ ഗാന്ധിവേഷം. സ്വന്തം ജീവിതത്തെ സന്ദേശമാക്കുകയും മറുവശത്ത് ആ സന്ദേശത്തെ സ്വന്തം ജീവിതമാക്കുകയും ചെയ്ത ഗാന്ധിജിയുടെ ആദർശങ്ങൾ കെടാത്ത വെളിച്ചമായി സമൂഹത്തിന് പകർന്നു നിൽക്കുകയാണ് ഈ ഗാന്ധിയൻ. കൊയും ഭായിയോ കൊയും ജോ മു ദ്രുതപൂർവ്വ മാനുചുക്കെ ബാലകോല യോഗെ ഉജർമാട്ടെ മാതാപിതാനെ ബാലകോനി കാൽജി അനു പാലം പോഷൺ ഹൂ ജൂയെ മർത്തേ ഭി സത് നഹി ചോടന ലെറ്റ് ദർ ബി നോ ഹാർട്ടർ റിലീജിയൻസ് ലെറ്റ് ഓൾ റിലീജിയൻസ് പ്രോസ്പെർ ഫ്രട്ടേണിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എമംഗ് മെൻ വിച്ച് ഈസ് ദി നീഡ് ഓഫ് ദി അവർ. മേരാ ജീവൻ മേരാ സന്ദേശ്. ഇനി നമ്മുടെ
ഇപ്പോഴത്തെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്ലഡ്ജ് കൂടി ഞാൻ പല സ്ഥലങ്ങളും ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. നമ്മൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകരുത്. രാഷ്ട്രത്തെ പടുത്തുയർത്തേണ്ട ജനത മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നത് അവൻ്റെ കുടുംബത്തിൻ്റെയും സർവ്വനാശത്തിന് വഴിതെളിക്കും. സമൂഹത്തിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊടിയ വിപത്തിനെ ഉന്മൂലനം ചെയ്യാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നല്ല ഭാവിയെ കരുതി നമ്മൾ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കരുതെന്ന് നമുക്കിവിടെ പ്രതിജ്ഞയെടുക്കാം. ജയ് ഹിന്ദ്. ഗാന്ധിജി എന്നും ജീവിക്കുന്നു, ഗാന്ധിജി എന്നും ജീവിക്കുന്നു, ഗാന്ധിജി എന്നും ജീവിക്കുന്നു, ഗാന്ധിജി എന്നും ജീവിക്കുന്നു. ഗോത്ര സംസ്കാരത്തിന്റെ പൈതൃകം വെളിപ്പെടുത്തുന്ന മുനിയറകൾ ഇടുക്കി ജില്ലയിൽ ധാരാളമുണ്ട്. ഇടുക്കി വെള്ളാപ്പാറ ശ്രീ മഹേശ്വരി ക്ഷേത്രത്തിന്റെ സമീപമായാണ് ധാരാളം മുനിയറകൾ ഉള്ളത്. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തുമുണ്ട് മുനിയറകൾ. ഇടുക്കി വെള്ളപ്പാറ ശ്രീ മഹേശ്വരി ക്ഷേത്രത്തിന് സമീപമാണ് അപൂർവ കാഴ്ചയായ ഈ മുനിയറകൾ സ്ഥിതി ചെയ്യുന്നത്. ഗോത്ര സംസ്കാരത്തെയും കേരളത്തിന്റെ ശിലായുഗ പാരമ്പര്യത്തെയുമെല്ലാം അടയാളപ്പെടുത്തുന്നതാണ് മുനിയറകൾ. ആദിവാസി ജനതയുടെ കൈവശ ഭൂമികളിലെല്ലാം ജനവാസം ആരംഭിച്ചതോടെയാണ് ഈ മുനിയറകളെല്ലാം പൊതുസമൂഹത്തിനും ദൃശ്യമായത്. ഇത്തരത്തിൽ 5 മുനിയറകളാണ് ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് കാണാനാവുന്നത്. സാങ്കേതിക വിദ്യകൾ ഒന്നുമില്ലാതിരുന്ന കാലത്തു പോലും ഒരേ വലിപ്പത്തിലും ആകൃതിയിലും കല്ലുകൾ രൂപപ്പെടുത്തി നിർമ്മിച്ച ഈ മുനിയറകൾ ആദിവാസി ഗോത്രതലവന്മാരെ അടക്കം ചെയ്തവയായും അവരുടെ വാസസ്ഥലമായും പറയുന്നുണ്ട്. പുരാവസ്തു വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ ശ്രദ്ധ ചെലുത്തിയാൽ ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമെല്ലാം ഇത് ഏറെ പ്രയോജനകരമാകും. ഗോത്ര പാരമ്പര്യത്തിന്റെ തിരുശേഷിപ്പുകളായ ഈ മുനിയറകൾ സംരക്ഷിക്കുന്നതിന് നടപടിയുണ്ടാവണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജില്ലാ ആസ്ഥാന മേഖലയിലെ ഉള്ള ഏക ഒരു മുനിയറയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇത് വെള്ളപ്പാറ ശ്രീ മഹേശ്വരി ദേവീ ക്ഷേത്രത്തിനോടനുബന്ധിച്ചാണ് ഈ മുനിയറയുള്ളത്. കാരണം നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇടുക്കിയുടെ ഡാമിന് സ്ഥാനം കാണിച്ചു കൊടുത്ത ആദിവാസി മൂപ്പൻ ചെമ്പൻ കൊലുമ്പൻ അദ്ദേഹത്തിന്റെ താമസ സ്ഥലവും അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരും അദ്ദേഹത്തിന്റെ കുടിയുമാണ് കൊലുമ്പൻ കോളനിയാണ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗങ്ങൾ. അവരൊക്കെ 500 വർഷം മുമ്പ് വെച്ചാരാധിച്ചു പോന്നിരുന്ന ഒരു മേഖലയും ഒരു കല്ലും ഒക്കെ ആയിരുന്നു ഇവിടെ. അതൊരു സുപ്രഭാതത്തിൽ നമ്മുടെയൊക്കെ അറിവിൽ ഒരു വലിയൊരു മരം നിന്ന് ഒരു കാറ്റത്ത് പിറന്നു വീണ് അതിന്റെ വേരൊക്കെ ഇങ്ങനെ മാറി വന്നപ്പോഴാണ് ഈ മുനിയറ നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞത്. അന്നത്തെ ഗവൺമെന്റ് അധികാരികളും ഇവിടുത്തെ നാട്ടുകാരും എല്ലാം കൂടിയാണ് അത് നമുക്ക് ഒന്ന് ഇതേപോലെ കാണത്തക്ക രീതിയിലൊന്ന് ആക്കിയത്. ദൃശ്യ കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം.